സെവൻത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു മാട്രിക്സ് എ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ആ മാട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു നമ്പർ 6 ആയിട്ട് തന്നിരിക്കുന്നു. ഈ 6 താഴെ തന്നിരിക്കുന്ന 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ആ മാട്രിക്സിന് മിനിമം ഒരു മൈനർ എങ്കിലും കാണാം. അതിന്റെ ഓർഡർ 6 ആണ്, സ്മോൾ ലെറ്റർ 6 ആണ്. ആ മൈനർ വാനിഷ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രോപ്പർട്ടി, അതേക്കാളും കൂടുതൽ, അതായത് ആ ആർ വാല്യൂവിനേക്കാളും കൂടുതൽ ഓർഡർ ആയിട്ട് വരുന്ന എല്ലാ മൈനേഴ്സും വാനിഷ് ആവും. ഇവിടെ നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഒരു മാട്രിക്സിന്റെ കേസിൽ മൈനർ? അപ്പൊ നമുക്ക് ഒരു 3x3 മാട്രിക്സ് തന്നിരിക്കുന്നു. അല്ലെങ്കിൽ 3x4 മാട്രിക്സ് തന്നിരിക്കുന്നു. 3 rows and 4 columns. അങ്ങനെയാണെങ്കിൽ ഈ മാട്രിക്സിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സിനകത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്ന, നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ പോസിബിൾ, എല്ലാ ഓർഡറും വരുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്ക്വയർ മാട്രിസസും നമുക്ക്, സ്ക്വയർ മാട്രിസസിന്റെയും ഡിറ്റർമിനൻസിനെ നമുക്ക് മൈനർ എന്ന് പറയാം. ഇപ്പൊ മൈനർ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ 3x4 ആണ് സൈസ്. അപ്പൊ ഇതിലുണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം സൈസ് ഉള്ള സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ 3x3 മാട്രിക്സ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ 3x3 മാട്രിക്സ് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെ എടുക്കുന്ന 3x3 മാട്രിക്സസ് ഇപ്പൊ നമ്മൾ 2 എടുത്തിട്ടുണ്ട്. സോ ഈ 2 കേസസിലും നമ്മൾ ഡിറ്റർമിനൻസ് കാണുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ഓർഡർ 3 ആയിട്ടുള്ള മൈനറാണ്. ഓർഡർ 3 ആയിട്ടുള്ള മൈനറാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 3x4 മാട്രിക്സ് എടുത്താൽ അതിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം സൈസ് ഉള്ള സ്ക്വയർ മാട്രിക്സിന്റെ സൈസ് 3 ആയിരിക്കും, 3x3 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിനേക്കാൾ കുറഞ്ഞ സൈസ് ഉള്ള സ്ക്വയർ മാട്രിക്സ് കൺസിഡർ ചെയ്യാം. 2x2 ഉള്ളത് കൺസിഡർ ചെയ്യാം. 2x2 ഇങ്ങനെ ഒരു 2x2 കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2x2 കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2x2. അങ്ങനെ കുറെ നമുക്ക് ഇതിനകത്ത് 2x2 മാട്രിസസ് കൺസിഡർ ചെയ്യാൻ കഴിയും. സോ അങ്ങനെയുള്ള 2x2 മാട്രിസസിന്റെ ഡിറ്റർമിനൻസ് കണ്ടു കഴിഞ്ഞ് നമുക്ക് പറയാം അത് മൈനർ ഓഫ് ഓർഡർ 2 ആണെന്ന് പറയാൻ കഴിയും. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, തന്നിരിക്കുന്ന ഒരു എ മാട്രിക്സ് സൈസ് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ മാട്രിക്സിൽ മിനിമം ഒരു മാട്രിക്സ് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും 6 സൈസിലുള്ളത്, അതായത് R×R. അതിന്റെ ഡിറ്റർമിനന്റ് വാനിഷ് ആവുന്നില്ല. ഇങ്ങനെയുള്ള ഈ മാട്രിക്സിന്റെ ഉള്ളിലെടുക്കുന്ന സ്ക്വയർ മാട്രിസസിന്റെ ഡിറ്റർമിനൻസിനെയാണ് മൈനർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ 3x3 ആണെങ്കിൽ മാക്സിമം സൈസ് ഉള്ള മൈനർ എന്ന് പറഞ്ഞാൽ ആ മാട്രിക്സിന്റെ തന്നെ 3x3 മാട്രിക്സിന്റെ തന്നെ ഡിറ്റർമിനന്റ് ആണ്.
ഇനി അതിനേക്കാൾ കുറഞ്ഞ ഓർഡർ ഉള്ള മൈനേഴ്സ് നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 6 ഓർഡർ ഉള്ള മൈനർ വാനിഷ് ചെയ്യുന്നില്ല. 6-നേക്കാളും കൂടുതൽ R+1, R+2 അങ്ങനെയുള്ള ഓർഡർ ഉള്ള എല്ലാ മൈനേഴ്സും വാനിഷ് ചെയ്യുന്നു. മൈനർ വാനിഷ് ചെയ്യാൻ വർക്കുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആവുമെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് R-നെ എന്ത് വിളിക്കാം? ഈ പറഞ്ഞിരിക്കുന്നത് ഒരു മാട്രിക്സിന്റെ റാങ്കിന്റെ ഡെഫിനിഷനാണ്. ഒരു മാട്രിക്സിന്റെ റാങ്ക് 3 ആണെങ്കിൽ അതില് സൈസ് 3/3 ആയിട്ടുള്ള മിനിമം ഒരു മാട്രിക്സ് എങ്കിലും ഉണ്ടായിരിക്കും. ആ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കില്ല. 3-നേക്കാൾ കൂടുതൽ സൈസുള്ള 4/4 ആണെങ്കിലോ 5/5 ആണെങ്കിലോ എല്ലാം ആ കേസിൽ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടാൽ 0 ആയിരിക്കും. അപ്പൊ ആ കേസിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന മാട്രിക്സിന്റെ റാങ്ക് 3 ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ, ഇതിനെ നമ്മൾ ഈ R-നെ വിളിക്കുന്ന പേരാണ് റാങ്ക് ഓഫ് ദ മാട്രിക്സ്. ഓക്കെ. എയ്ത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ സൈസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാട്രിക്സിന്റെ റാങ്ക് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇപ്പൊ നമ്മൾ 7th ക്വസ്റ്റ്യനിൽ കണ്ടു, ഒരു മാട്രിക്സിന്റെ റാങ്ക് ഇതിന്റെ സൈസ് എഴുതുന്ന സമയത്ത് അതിലുള്ള നമ്പർ ഏതാണോ മിനിമം അതിനേക്കാളും ചെറുതായിരിക്കും. സോ മിനിമം ഓഫ് mn എത്രയാണോ അതേക്കാളും ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിന് തുല്യമായിരിക്കും. സോ ആൻസർ റാങ്ക് ഓഫ് A should be less than or equal to minimum of m and n. Okay. Ninth question. If A is a non-singular matrix. Non-singular matrix means its determinant is not equal to 0. So ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിറ്റർമിനന്റ് 0 അല്ല എന്ന് പറഞ്ഞാൽ അത് നോൺ സിംഗുലാർ ആണ്. ഇനി മാട്രിക്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സിന്റെ സൈസ് തന്നിട്ടുണ്ട്, അതിന്റെ സൈസ് n/n ആണ്. n ആണ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് എത്രയായിരിക്കും? സോ ഈ മാട്രിക്സ് നമ്മൾ എടുത്ത് ഡിറ്റർമിനന്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? 0 അല്ലാന്ന് കിട്ടി. അതിന്റെ സൈസ് n/n ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റാങ്ക് n ആയിരിക്കും. റാങ്ക് ഈക്വൽ ടു n. 7, 8, 9 ഒക്കെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. Tenth question. Find the rank of A, matrix A. A equal to 2 minus 1, 1, 1, 0, 2. നമ്മൾക്ക് ഒരു മാട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ, എലിമെന്ററി ഓപ്പറേഷൻസ് നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ എലിമെന്ററി ഓപ്പറേഷൻസ് ഒന്നുകിൽ റോസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോളംസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന മാട്രിക്സിനെ നമ്മളിവിടെ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോയിന് നമ്മൾ അതുപോലെ നിർത്തും, സെക്കൻഡ് റോയിന് നമ്മൾ ലീഡിങ് എലമെന്റ് 0 ആക്കും, തേർഡിനെ നമുക്ക് ലീഡിങ് 2 എലമെന്റ്സ് 0 ആക്കും. അതായത് സെക്കൻഡ് റോയിന്റെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക,
തേർഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് 2 എലമെന്റ്സ് സീറോ ആക്കുക, ഫോർത്ത് റോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് 3 എലമെന്റ്സ് സീറോ ആക്കുക. ആ രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര റോസ് നോൺ സീറോ റോസ് ആയിട്ട് കിട്ടുന്നുണ്ടോ അതാണ് ആ മാട്രിക്സിന്റെ റാങ്ക്. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇവിടെ സീറോ ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇവിടെ 2 വരുത്തണം. ഈ റോയിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇവിടെ 2 ആക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എലമെന്റിനെ മാത്രം ചെയ്യാൻ പറ്റില്ല, ആ റോയിനെ മൊത്തമായിട്ട് നമ്മൾ ഡബിൾ ചെയ്യണം. സോ ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 2 - 1 1 2 0 4 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇവിടെ 0 ആക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമുക്ക് 2 - 1 1 0 1 3 എന്ന് കിട്ടും. സോ നമ്മുടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 0 ആക്കി. ആ സമയത്ത് ഇവിടെ ആകെ 2 റോസേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ റോയിൽ മാത്രം ആക്കിയാൽ മതി, 0 ആക്കിയാൽ മതി ഫസ്റ്റ് എലമെന്റ്. ഈ സമയത്ത് ഇതിനകത്ത് ഒരു നോൺ സീറോ റോസ് പോലും വരുന്നില്ല. അതിനർത്ഥം ഇതിലെ 2 നോൺ സീറോ റോസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനർത്ഥം ഈ മാട്രിക്സിന്റെ തന്നിരിക്കുന്ന മാട്രിക്സിന്റെ റാങ്ക് 2 ആണ്. ഓക്കെ. ലെവൻത്ത് ക്വസ്റ്റ്യന് നമുക്ക് ഒരു മാട്രിക്സും അതിൻ്റെ ഓർഡറും റാങ്കും തന്നിരിക്കുന്നു. സോ മാട്രിക്സ് 2 1 - 1 1 4 2 3 5 k ആണ്. ഈ മാട്രിക്സിന്റെ റാങ്ക് നമുക്ക് തന്നിരിക്കുന്നു 2. റാങ്ക് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഈ സെക്കൻഡ് നമ്മൾ നേരത്തെ 10th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഈ സെക്കൻഡ് റോയിൽ നമ്മൾ ഫസ്റ്റ് എലമെന്റ് 0 ആക്കും റോ ട്രാൻസ്ഫോർമേഷൻ വഴി. അതുപോലെ തേർഡ് റോയിൽ നമ്മൾ ഫസ്റ്റ് 2 എലമെന്റ്സ് 0 ആക്കും റോ ട്രാൻസ്ഫോർമേഷൻ വഴി. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇതില് ഒരു റോ ഇല്ലാണ്ടായിത്തീരണം. എന്ന് പറഞ്ഞാൽ റോയിലെ എലമെന്റ്സ് കംപ്ലീറ്റ് 0 ആയിത്തീരണം ഏതെങ്കിലും ഒരു റോയില്. അങ്ങനെ ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആക്കി മാറ്റണമെങ്കിൽ കെക്ക് എത്ര വാല്യൂ വരും എന്ന് നോക്കിയാൽ മതി. നമ്മൾ ഒരു റോ കംപ്ലീറ്റ് ആക്കി 0 ആക്കി മാറ്റാനുള്ള ഉദ്ദേശം കാരണം റാങ്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 നോൺ സീറോ റോസേ കാണാൻ പാടുള്ളൂ. സോ നമ്മൾ തുടങ്ങാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 0 വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 2 ആക്കിയിട്ട് 2 - 2 ചെയ്താലേ 0 ആവുള്ളൂ. ഒരു എലമെന്റിനെ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആ റോയിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 8 4 2 1 - 1 3 5 k. ഈ റോയിലാണ് വ്യത്യാസം വരുത്തിയത് 2 ടൈംസ് ആയി. ഇനി നമ്മൾ ഈ റോയിനെ ട്രാൻസ്ഫോം ചെയ്യും. സോ 2 1 - 1 0 7 5 3 5 k എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 0 വരുത്തുക, അതിനുശേഷം ഇവിടെ 0 വരുത്തുക. ചില സമയത്ത് ഇവിടെ 0 ആക്കുന്ന സമയത്ത് തന്നെ ഇതും 0 ആയി പോകും, അത് നമ്മൾ കാര്യമാക്കണ്ട. സോ ഈ 3 കൊണ്ട് ഈ റോയിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ 2 കൊണ്ട് ഈ റോയിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ 6 ആയി. 3 - 3 0 7 5 6 10 2k. ഇവിടെ 0 വരാൻ 6 3 - 3 0 7 5 6 - 6 0 10 - 3 7 2k - 3 2k + 3.
സോ ഈ എലമെന്റ് കൂടെ 5 ആയിരുന്നുവെങ്കിൽ നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും തുല്യമായിട്ട് കിട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റോയിൽ നിന്ന് തേർഡ് റോ മൈനസ് ചെയ്താൽ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിന്. തേർഡ് റോയിൽ നിന്ന് സെക്കൻഡ് റോ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആണ്. ഈ രണ്ട് കേസസിലും നമുക്ക് 2 നോൺ സീറോ റോസ് കിട്ടിയാണ്. അപ്പൊ നമുക്ക് റാങ്ക് 2 ആണെന്നും പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 2k + 3യുടെ വാല്യൂ 5 ആവുന്ന കെയുടെ വാല്യൂ കണ്ടെത്തിയാൽ മതി. 2k + 3 = 5, 2k = 2, k = 1. So k = 1. ക്വസ്റ്റ്യനില് നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിരിക്കുന്നു. സോ ഹിയർ ദ സിസ്റ്റം ഈസ് ഇൻ 3 വേരിയബിൾസ്. 3 വേരിയബിൾസിലാണ് ഈ സിസ്റ്റം ഉള്ളത്. ഈ സിസ്റ്റത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ട്രിവിയൽ എന്ന് പറഞ്ഞ മീനിങ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ് എന്നാണ്. പ്രാധാന്യമില്ലാത്ത എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ x1ഉം x2ഉം x3യും ഈ കേസിൽ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്താൽ അത് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണ്. കാരണം അത് 3 ഇക്വേഷൻസിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന x1, x2, x3 അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യുന്ന x1, x2, x3 വാല്യൂസ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ x1, x2, x3 ടേംസ് സമ്മ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക അങ്ങനെ ഒരു രൂപത്തിൽ എഴുതിയിട്ട് അവസാനം ഇക്വേറ്റ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ടേം 0 ആണ്, വേറെ ഏതെങ്കിലും ഒരു നമ്പർ അല്ല. സോ ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. എ മാട്രിക്സ് ഫോമിലാണെങ്കിൽ AX = 0 ഫോമിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇതിനെയാണ് നമ്മൾ ഹോമോജീനസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇതിൽ എ എന്ന് ഉദ്ദേശിക്കുന്നത് കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ്. അതായത് 3, 1, -λ, 4, -2, -3, 2λ, 4λ ഇങ്ങനെ റോസ് വരുന്ന മാട്രിക്സിനെയാണ് നമ്മൾ എ എന്ന് എടുത്തിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ x1, x2, x3 വരുന്ന കോളം മാട്രിക്സ് ആണ്. 0 എന്ന് പറഞ്ഞാൽ 0, 0, 0 വരുന്ന കോളം മാട്രിക്സ് ആണ്. സോ ഒരു ഹോമോജിനസ് സിസ്റ്റത്തിന്റെ കേസിൽ ട്രിവിയൽ സൊല്യൂഷൻ മാത്രം ഉണ്ടാവാനുള്ള കണ്ടീഷനാണ് ഡിറ്റർമിനന്റ് A not equal to 0. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനന്റ് A should be equal to 0. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഇതിനകത്ത് നമ്പർ ഓഫ് വേരിയബിൾസ് കൂടുതലും നമ്പർ ഓഫ് ഇക്വേഷൻസ് കുറയുകയും വേണം. സോ ഇതിനകത്ത് നമ്മൾ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ ഒരു ഇക്വേഷൻ ഇല്ലാണ്ടാവുക എന്നാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും കൂടുതൽ വേരിയബിൾസ് കിട്ടും. അപ്പോൾ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. സോ ഈ കണ്ടീഷൻ ഓർത്താൽ മതി. ട്രിവിയൽ സൊല്യൂഷൻ മാത്രം ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനന്റ് കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ
ഡിറ്റർമിനന്റ് 0 ആവാൻ പാടില്ല. ട്രിവിയൽ സൊല്യൂഷനും നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. സോ ട്രിവിയൽ സൊല്യൂഷനും അതിന്റെ കൂടെ നോൺ ട്രിവിയൽ സൊല്യൂഷനും ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഡിറ്റർമിനന്റ് എ ഷുഡ് ബി ഈക്വൽ ടു 0. സോ ഈ ഒരു തിയറിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോബ്ലം ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാംഡ വാല്യൂ കിട്ടും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹോമോജിനസ് സിസ്റ്റത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ കോഎഫിഷ്യന്റ് മാട്രിക്സ്, അതായത് 3 1 minus lambda 4 minus 2 minus 3 2 lambda 4 lambda. ഈ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെ ഈ ഡിറ്റർമിനന്റ് 0 ആവുന്ന ലാംഡ വാല്യൂ കണ്ടെത്തിയ നമ്മുടെ ആൻസർ ആയി. സോ 3 into minus 2 lambda plus 12 minus 1 into 4 lambda plus 6 lambda minus lambda into 16 plus 4 lambda equal to 0. That is minus 6 lambda plus 36 minus 4 lambda, sorry, minus 10 lambda minus 16 lambda minus 4 lambda square equal to 0. Minus 6 minus 10 minus 16 minus 16 minus 16 minus 32, so minus 32 lambda minus 4 lambda square plus 36 equal to 0. ഒരു മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് മാറും. So okay. So lambda plus 9 into lambda minus 1 equal to 0, or lambda equal to minus 9, or lambda equal to 1. It is the answer. Sorry. So lambda equal to minus 9 or lambda equal to 1. So ലാംഡയുടെ വാല്യൂ -9 ആവുന്ന കേസിൽ, അല്ലെങ്കിൽ ലാംഡയുടെ വാല്യൂ 1 ആവുന്ന കേസിൽ നമുക്ക് ഈ ഡിറ്റർമിനന്റ് 0 വരും. സോ ആൻസർ ഈസ് lambda equal to minus 9 or 1. Okay. Thirteenth question, 12th question പോലെ തന്നെ ഈ ഒരു ഹോമോജിനസ് സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലാംഡ വാല്യൂ കണ്ടെത്താനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ, ഹോമോജിനസ് സിസ്റ്റത്തിന്റെ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. So 1 into 6 minus 1 5 plus 1 into 3 lambda minus 2 lambda lambda plus 1 into lambda minus 4 lambda, that's equal to minus 3 lambda equal to 0. So 6 lambda minus 3 lambda equal to 0, or 3 lambda equal to 0 implies that lambda equal to 0.
14th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു, ഇവിടെ നമുക്ക് സിസ്റ്റം ഓഫ് 3 ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത, വേരിയബിൾസ് ടേംസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തോ ആഡ് ചെയ്തോ എഴുതും. പക്ഷെ അതിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് സീറോസ് കൊണ്ടല്ല, ഹോമോജിനസ് സിസ്റ്റത്തിലെ പോലെ സീറോസ് കൊണ്ടല്ല, നോൺ സീറോ നമ്പേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഹോമോജിനസ് സിസ്റ്റം അല്ല. ഹോമോജിനസ് സിസ്റ്റത്തിന് 2 കേസസ് ആണ് വരിക. ഒന്ന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമുള്ള കേസ്, മറ്റൊന്ന് ട്രിവിയൽ സൊല്യൂഷനും നോൺ ട്രിവിയൽ സൊല്യൂഷനും ഉണ്ടാകുന്ന കേസ്. ഹോമോജിനസ് സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ ഉറപ്പാണ്. എപ്പോഴും ഒരു ഹോമോജിനസ് സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ആ ഹോമോജിനസ് സിസ്റ്റത്തിന്റെ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. എന്നാൽ ഇവിടെ കോഎഫിഷ്യന്റ് മാട്രിക്സ് 0 അല്ലെങ്കിൽ, കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. യുണീക്ക് സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷൻ. ഇങ്ങനെ യുണീക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടോ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ, സൊല്യൂഷൻസ് ഉള്ള സിസ്റ്റത്തിന് നമ്മൾ കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് വിളിക്കും. സൊല്യൂഷൻ ഇല്ലാത്തതിന് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ ഈ കേസിൽ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ദിസ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 വരുന്ന കേസ് നോക്കാം. ഇതിൽ നമുക്ക് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഈക്വൽ ടു ഡെൽറ്റ ഇസഡ് 0 കൂടെ കിട്ടിയെന്ന് കരുതുക. അതായത് കോഎഫിഷ്യന്റ് മാട്രിക്സും 0 ആണ്, ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ഡെൽറ്റ ഇസഡും 0 ആണെന്ന് കിട്ടിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. Consistent with the infinitely many number of solutions. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒന്നെങ്കിലും 0 അല്ലെങ്കിൽ at least one of delta x, delta y, delta z is not equal to 0. പക്ഷെ കോഎഫിഷ്യന്റ് മാട്രിക്സ് 0 ആണെങ്കിൽ നമുക്ക് പറയാം നോ സൊല്യൂഷൻ ഫോർ ദ സിസ്റ്റം. സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. സോ ഈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഒക്കെ കാണിക്കുന്നത്, ഡെൽറ്റ എക്സ് അല്ല ആക്ച്വലി സഫിക്സ് ആയിട്ടാണ് വരുന്നത്, വൈ സെഡ്. നമ്മൾ കോഎഫിഷ്യന്റ് മാട്രിക്സ് എഴുതി 1 1 1 1 2 3 1 2 ലാംഡ എഴുതി. അങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടാൽ അത് കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇനി നമ്മൾ എക്സിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ മാറ്റിയിട്ട് ഈ ഇപ്പുറത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഈ കോൺസ്റ്റൻസ് എടുത്ത് ഇവിടെ എൻ്റർ ചെയ്താൽ 6 10 10 എൻ്റർ ചെയ്ത് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടാൽ ഡെൽറ്റ എക്സ്. ഇനി അതല്ല 1 1 1 അവിടെ കീപ്പ് ചെയ്തു. ഇനി വൈയുടെ കോഎഫിഷ്യൻസ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 6 10 10 ഇട്ടിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടാൽ ഡെൽറ്റ വൈ. അതേപോലെ ഈ വൈയുടെ കോഎഫിഷ്യൻസ് കീപ്പ് ചെയ്തിട്ട്
ഇസഡിന്റെ കോഎഫിഷ്യൻസ് മാറ്റുക, എന്നിട്ട് ഈ കോൺസ്റ്റന്റ് ടേംസ് ഇട്ടിട്ട് ഡിറ്റർമിനന്റ് കണ്ടാൽ ഡെൽറ്റ ഇസഡ്. അതാണ് ഈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഇസഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കണം. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇതിന് സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയാം, കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടു, കോഎഫിഷ്യന്റ് മാട്രിക്സ് 0 ആവുന്ന കേസിൽ നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്ന കേസുണ്ട്, സൊല്യൂഷൻ ഇല്ലാത്ത കേസുണ്ട്. അപ്പൊ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയതുകൊണ്ട് സൊല്യൂഷൻ ഇല്ല എന്ന് അർത്ഥമല്ല. പക്ഷെ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇതിന് സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കോഎഫിഷ്യന്റ് മാട്രിക്സ് 0 ആയിരിക്കണം. കോഎഫിഷ്യന്റ് മാട്രിക്സ് ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല എന്ന് അർത്ഥമല്ല. പക്ഷെ സൊല്യൂഷൻ ഇല്ലെങ്കിൽ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ടും പറയാം. സോ ഇവിടെ കോഎഫിഷ്യന്റ് മാട്രിക്സ് 1 1 1 1 2 3 1 2 1 2 ലാംഡ, ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. സോ 2 ലാംഡ മൈനസ് 6 minus of lambda minus 3 plus 1 into 2 minus 2 0, 2 minus 2 0. So 2 lambda minus 6 minus lambda plus 3 equal to 0, or lambda equal to 3. So here the value of lambda equal to 3. ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുപോലെയുള്ളതാണ്. ഹോമോജീനസ് സിസ്റ്റം തന്നിരിക്കുന്നു, അതിന് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. സോ ഡിറ്റർമിനന്റ് 1 minus 2 1 1 1 lambda 2 minus 1 1 equal to 0. So 1 into 1 plus lambda minus minus plus plus 2 into 1 minus 2 lambda plus 1 into minus 1 minus 2 minus 3 equal to 0. So 1 plus lambda plus 2 minus 4 lambda minus 3 equal to 0, or 3 lambda equal to 1 plus 2 3 3 minus 3 equal to 0. So lambda equal to 0. ഈ കേസിൽ ലാംഡ ഈക്വൽ ടു 0. സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു നോൺ ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിരിക്കുന്നു ഇൻ 3 വേരിയബിൾസ്. ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സൊല്യൂഷൻ ഇല്ല, ഈ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് വിത്ത് യുണീക് സൊല്യൂഷൻ ആണ്. കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ഡെൽറ്റ സെഡും 0 ആണെങ്കിൽ infinitely many number of solutions are consistent with the infinitely many number of solutions.
അതേപോലെ കോഎഫിഷ്യൻ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡില് ഏതെങ്കിലും ഒന്നെങ്കിലും സീറോ അല്ലാതുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറും. സോ ഇതാണ് നമ്മൾ പഠിച്ച കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഎഫിഷ്യൻ മാട്രിക്സിനെയും കോൺസ്റ്റൻസിനെയും നമ്മൾ ഒരേ മാട്രിക്സിലോട്ട് നമ്മൾ എഴുതും. അതായത് ഈ കേസിൽ ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 3 1 2 -1 -5 -3 2 8. ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നത്, ബാക്കിയുള്ളത് അങ്ങോട്ട് എഴുതുന്നത് കോഎഫിഷ്യൻസ് ആണ്, എ ബി സി. അപ്പൊ ഇത് കോഎഫിഷ്യൻ മാട്രിക്സ് ആണ്. ഇത്രയും ഇത് കംപ്ലീറ്റ് എടുത്താൽ നമുക്ക് ഓഗ്മെന്റഡ് മാട്രിക്സ് കിട്ടും. ഇനി നമ്മൾ പറയാൻ പോണത് റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സ് ആണ്. റാങ്ക് ഓഫ് കോഎഫിഷ്യൻ മാട്രിക്സും തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടായി. ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും കോഎഫിഷ്യൻ മാട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അതിൽ ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ ഉള്ളോ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാം, ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റന്റ് ആണ്. ഇനി റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സും റാങ്ക് ഓഫ് കോഎഫിഷ്യൻ മാട്രിക്സും ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ, ഇവിടെ 3 അൺനോൺസ് ആണ് XYZ, നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് യുണീക് സൊല്യൂഷൻ ആണ്. പിന്നെ ഈ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സും റാങ്ക് ഓഫ് കോഎഫിഷ്യൻ മാട്രിക്സും തുല്യമാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും കുറവാണെങ്കിൽ ഇതിൽ ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. ഇതാണ് 3 കേസസ്. കൺസിസ്റ്റന്റ് ആവുന്ന ഇതിൽ കൺസിസ്റ്റന്റ് ആണ്, അതിൽ യുണീക്ലി കൺസിസ്റ്റന്റ് ആണ്, ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉള്ള രീതിയിലുള്ള കൺസിസ്റ്റന്റ് ആണ് ഈ 3 കേസസ്. ഇനി നമുക്ക് ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്ക് കോഎഫിഷ്യൻ മാട്രിക്സിന്റെ റാങ്കിന് തുല്യമല്ലെങ്കിൽ ഈ കേസിൽ നമ്മളുടെ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഇല്ല. സോ ഈ കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കൺസിസ്റ്റന്റ് ആവുന്നത് ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻ ഉള്ളതും യുണീക് സൊല്യൂഷൻ ഉള്ള കേസും നോക്കണം. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആവുന്ന കേസും. ഇൻകൺസിസ്റ്റന്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു സൊല്യൂഷൻ ഇല്ല എന്ന്, ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും കോഎഫിഷ്യൻ മാട്രിക്സിന്റെ റാങ്കും രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം. ഒരു കാര്യം ഓർക്കുക, എപ്പോഴും ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്ക്
ഒന്നുകിൽ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുള്ളൂ. അത് നമുക്ക് ആ ഓഗ്മെന്റഡ് മെട്രിക്സും കോഎഫിഷ്യന്റ് മെട്രിക്സും ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്ത പോലെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക, തേർഡ് റോയിൽ ഫസ്റ്റ് 2 എലമെന്റ്സ് 0 ആക്കുക. ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 0 ആക്കണമെങ്കിൽ ഇവിടെ 3 വരണം. അപ്പോൾ നമ്മൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ നമുക്ക് അസ്യൂം ചെയ്യാം. എങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് എഴുതുന്നത് കുറയ്ക്കാം. 1 2 -3 a 3 കൊണ്ട് മൾട്ടിപ്ലൈ ആയാൽ 3 - 3 0. ഇത് 6 ആവും. -1 -6 -7. ഇത് -9 ആവും. സോ 2 + 9 11. ഇത് 3a ആവും. 3 - 3a. ഇനി ഇവിടെ നമുക്ക് 0 വരേണ്ടതാണ്. സോ 1 - 1 0, -5 -2 -7, 8 - 3 11, c -. അടുത്ത കേസിൽ നമുക്ക് ഇവിടെ 2 zeros വരണം. സോ നമ്മൾ തേർഡ് റോ ബിക്കംസ് തേർഡ് റോ മൈനസ് സെക്കൻഡ് റോ എന്നുള്ള ആ ഒരു ലീനിയർ ഓപ്പറേഷൻ ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് 0 -7 11 b - 3a 0 0 0 c -a -b + 3a എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് 2a - b + c ആണ്. 2a - b + c. സോ ഇവിടെ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ റാങ്ക് 2 ആണ്. കാരണം 2 നോൺ സീറോ റോസ് ആണ് ഇപ്പോൾ ഉള്ളത്. കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ റാങ്ക് 2 ആണ്. ഇനി കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെയും ഓഗ്മെന്റഡ് മാട്രിക്സിന്റെയും റാങ്ക് തുല്യമല്ലെങ്കിലാണ് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആവുക, സൊല്യൂഷൻ ഇല്ലാതിരിക്കാൻ. അപ്പോൾ ഇത് 0 ആയിരുന്നെങ്കിൽ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ റാങ്കും 2 ആയേനെ. ഇത് 0 ആയിരുന്നെങ്കിലും. അപ്പോൾ ഇത് 0 ആവാൻ പാടില്ല. സോ 2a - b + c should not be equal to 0. This is the condition. So answer is 2a - b + c not equal to 0.